അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന ബാദു സലഫി, സ്വാലിഹീങ്ങളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് അവരുടെ ഒരു സ്വഭാവമാണ്, ഇദാ അറാദ അൻ യദ്ഉ ലിനഫ്സിഹി യദ്ഉ ലിഅഖീഹിൽ മുസ്ലിം ബിതിൽക ദഅവത്ത് ലിഅന്നഹാ തുസ്തജാബു വയഹ്സുലഹു മിസ്ലുഹാ. മഹാന്മാർ റബ്ബിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ദുആ ചെയ്യുന്ന ശൈലി ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ, അവർ ആദ്യമായി ദുആർക്കുക അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രം. ഇന്നുവരെ ആത്മാർത്ഥമായി ഒരു കാര്യമായിട്ട് മൊത്തത്തിൽ നാം ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നോ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നോ നമുക്ക് ദുആ നമ്മളെ വായിന്ന് വന്നുപോയി എന്ന് വരാം. പക്ഷേ എൻ്റെ കൂട്ടുകാരനക്ക് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അയൽവാസിക്ക് എന്ന് പറഞ്ഞിട്ട്, ഇന്ന ആളെ പേര് പറഞ്ഞിട്ട്, ഇന്ന ആൾക്ക് ഇന്നത് നീ നൽകണമെന്ന് പറഞ്ഞിട്ട് നാം എത്രമാത്രം റബ്ബിനോട് ദ്വാരന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഹാന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദ്വാരക്കണം, എന്തെങ്കിലും ഒരു ആവശ്യം റബ്ബിനോട് തേടണമെന്ന് ആവശ്യമുണ്ടായാൽ, റബ്ബിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് നേടിയെടുക്കണം എന്നൊരു ആവശ്യമെന്നാൽ അവർ ആദ്യം ദുആ ചെയ്യുക അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുക? അതേ, മറ്റുള്ളവർക്ക് വേണ്ടി നാം ദുആ ചെയ്താൽ തീർച്ചയായും അതിന് ഉത്തരമുണ്ടാകും, അത് ഉറപ്പാണ്. മറ്റൊരാൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ അതിന് ഉത്തരമുണ്ട്. അപ്പൊ ആ ഉത്തരം കിട്ടിയപ്പോൾ ആ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട്, ആ ദുആ ചെയ്തതിൻ്റെ ബറക്കത്തായിട്ട് റബ്ബ് അതുപോലത്തത് എനിക്ക് തരുമെന്നുള്ള ആ നല്ല ഈമാനായിരുന്നു മഹാന്മാരുടെ സ്വഭാവം. അപ്പോൾ അവരൊന്നും അവരുടെ ദുആയിൽ മറ്റൊരുത്തനെ ഉൾപ്പെടുത്തുമായിരുന്നു, മറ്റൊരു കൂട്ടുകാരനെ ഉൾപ്പെടുത്തുമായിരുന്നു, മറ്റൊരു അയൽവാസിയെ ഉൾപ്പെടുത്തുമായിരുന്നു. അതേ, തൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവർ ആരെ അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവരുടെ സ്വകാര്യമായ ദുആയിൽ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി തൻ്റെ സ്വന്തം നഫ്സിനിക്ക് എത്രമാത്രം ഗൗരവത്തോടുകൂടെ, എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ ദുആ ചെയ്യുമോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ആ കൂട്ടുകാർക്ക് വേണ്ടി അവർ ദുആ ചെയ്യുമായിരുന്നു. ഇതാണ് സ്വലഫ് സ്വാലിഹീങ്ങളുടെ സ്വഭാവമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ദുആയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അവരുടെ ദുആക്ക് വലിയ ഫലമുണ്ടായിരുന്നു, വലിയ ഉത്തരമുണ്ടായിരുന്നു. അവർ ദുആ ചെയ്യുമ്പോഴെല്ലാം അള്ളാഹു അവർക്ക് ഉത്തരം നൽകുമായിരുന്നു. അവരുടെ ദുആക്കൊക്കെയും അള്ളാഹു പ്രതിഫലം നൽകി അള്ളാഹു സ്വീകരിച്ചു. കാരണം എന്തേ? ഈ അടിമ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടു എന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള ദുആ എത്ര ചെയ്തു എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കുക. അതേ, ഒരിക്കലും പോലും നാം അങ്ങനെ ദുആ ചെയ്യുന്നില്ല. അതേ, നമ്മുടെ ദുആയിൽ നാം മറ്റുള്ളവരെ ഉൾപ്പെടുത്തണം, നമ്മുടെ കുടുംബക്കാരെ ഉൾപ്പെടുത്തണം, നമ്മുടെ അയൽവാസികളെ ഉൾപ്പെടുത്തണം, നമ്മുടെ കൂട്ടുകാരെ ഉൾപ്പെടുത്തണം, നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തണം. അതേ, ആരെല്ലാം ഓർമ്മയിൽ വരുന്നു അവരൊക്കെയും ആ ദുആയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തി നാം ചോദിക്കുമ്പോൾ തീർച്ചയായും അതിന് ഉത്തരമുണ്ടാകും. അതാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.